നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ വാച്ച് നൈറ്റ് പ്രയർ ഇവിടെ ആരംഭിക്കുവാൻ പോകുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ പരിമിതി മൂലം നമുക്ക് ഇൻപേഴ്സണായി കൂടി വരുവാൻ കഴിയാത്ത ഇടത്ത് നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് നമ്മൾ ചേർന്ന് ഇന്ന് 2025 വിട പറയുകയും അതേസമയം തന്നെ 2026 ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ആചാരത്തിനപ്പുറത്ത് ആത്മാവിൽ ദൈവത്തിന് നന്ദി പറയും, ആത്മാവിൽ സന്തോഷത്തോടെ പുതിയ വർഷത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണല്ലോ. ഇന്ന് പലരും ഇതിനെ ഒരു ചടങ്ങായി മാറ്റുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കട്ടെ: കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ മീറ്റിംഗ് ഒരു ചടങ്ങല്ല, മറിച്ച് ഞങ്ങളുടെ ആത്മാവിൽ ദൈവവുമായി സംവദിക്കുന്ന, ദൈവവുമായി സംസാരിക്കുന്ന സന്ദർഭങ്ങളാക്കി ദൈവം മാറ്റണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കാം. ദൈവിക സന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം ഒരു സ്ഥലത്തല്ലാത്തപ്പോൾ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാതെ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, സന്തോഷത്തോടെയും അപ്പോൾ തന്നെ നന്ദിയും അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. പല ഭവനങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ വാച്ച് നൈറ്റ് പ്രയറിലേക്ക് അടുത്തു വരുമ്പോൾ 2025 12-ാം മാസത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് ഞങ്ങൾ വന്നെത്തിയിരിക്കുമ്പോൾ യഹോവ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞങ്ങൾ എന്തു പകരം ചെയ്യും? രക്ഷയുടെ പാനപാത്രമെടുത്ത സകല ജനവും കാണുക യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ ദൃഷ്ടി അങ്ങയുടെ മേൽ വെച്ച് ഞങ്ങളെ കരുതിയ ദൈവത്തോട് നന്ദി പറയാൻ ഇന്ന് രാത്രികാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവേ, ശുശ്രൂഷയുടെ പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ ഇന്ന് കടന്നു പോകുമ്പോൾ അതെല്ലാം കർത്താവിനെ കാണുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതും ഒരു പുതിയ സമർപ്പണത്തിൻ്റെയും സമയങ്ങളാക്കി ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലൊക്കെ കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. എവിടെ നിന്നൊക്കെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്നവർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷ ലീഡ് ചെയ്യുവാനും ആത്മാവിൽ ഒരുമിച്ച് സന്തോഷിപ്പാനും ദൈവം ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രതികാൽ കേരളത്തിൽ, ഭാരതത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, കേരളത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ നിമിഷങ്ങൾ അവർക്ക് ദൈവം നൽകി. ഞങ്ങളിന്ന് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ആദ്യോടെ ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി ആദ്യമായി ജെയ്സൺ ബ്രദറും അതിനുശേഷം സിസ്റ്റർ ജോളി അനിലും പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. തുടർന്ന് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമുണ്ട്. ഇപ്പോൾ ജെയ്സൺ ബ്രദർ ആദ്യമായി പ്രാർത്ഥിക്കും, അതിനുശേഷം ജോളി സിസ്റ്ററും പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. ആമീൻ. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു. കർത്താവ് പ്രിയ ജെയ്സൺ ബ്രദറിനും ജോളി സിസ്റ്ററിനെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിപ്പാനിടയായല്ലോ. ദൈവം ധാരാളമായി നമ്മെ ബലപ്പെടുത്തട്ടെ. തുടർന്ന് ഇന്നത്തെ വർഷിപ്പ് സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രിയ ഗിഫ്റ്റനും അതുപോലെ തന്നെ എൻജോയും നമ്മോടൊപ്പമുണ്ട്. ഓർഗൻ വായിച്ച് സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ ജെറിൻ നമ്മോടൊപ്പമുണ്ട്. മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ടെക്നിക്കലായി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രിയ ജോബിന്, അവരുടെയൊക്കെ ഫാമിലികൾ അവർ ഒരുമിച്ചായിരിക്കുന്നു. ഇന്ന് രാത്രി ഇവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പലയിടങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ളതായ സമയമാണ്. വർഷിപ്പ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിയ സഹോദരങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടച്ചാട്ടെ. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ കൂടെ കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ചു. അല്ല, നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതം, നമ്മുടെ ജനനം മുതൽ ഇന്ന് ഈ സമയം വരെ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടച്ചാട്ടെ. ആ കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ.
എവിടെ ഇരിക്കുന്നോ, നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ ഒന്നും കർത്താവിന് വിഷയമല്ല. ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഒരു നിമിഷം ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് ആ കർത്താവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ ഹല്ലേലൂയ. നമ്മൾ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളൂ. ആ സമയത്ത് കർത്താവിനോട് നന്ദി പറയാനുള്ള സമയമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ കർത്താവെ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കർത്താവ് കൂടെയിരുന്നു. ആമേൻ. ഹല്ലേലൂയ. വരും വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാകേണ്ടതിന് എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം ആ കർത്താവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങക്ക് നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. 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 അങ്ങ് ചെയ്ത കൃപയ്ക്കായി, അങ്ങ് ചെയ്ത ദയയ്ക്കായി ഹല്ലേലൂയ. അങ്ങ് ചെയ്ത വിശ്വസ്തതയ്ക്കായി ഹല്ലേലൂയ. ഞങ്ങൾ മാറിപ്പോയ സമയത്തും കർത്താവേ, ഞങ്ങളുടെ വിശ്വസ്തത ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പച്ചാ. ഹല്ലേലൂയ. 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 ഒരു നിമിഷം ആരും അലക്ഷ്യമായിട്ടിരിക്കാതെ എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കർത്താവെ കണ്ണുകളച്ച് നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് കർത്താവിനോടുള്ള ആ വിശ്വസ്തത നമുക്ക് തിരിച്ച് കാണിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. 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 ഏതാനും നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഹല്ലേലൂയ. ആ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ, ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ, ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാന ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ, മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ നാദ, അന്തികയുള്ള മഹൽ ശക്തി നീയേ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ, ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്തം വന്ദനമേ, എൻ്റെ പൊന്നീടയനന്തം വന്ദനമേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ,
ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്തവനെ ഏകമായി വണങ്ങി പാടിടാമെന്നും. ഹല്ലേലൂയ. താൻ നല്ലവനല്ലോ, തൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളവനാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വല്ലഭനായിരുന്നു, നമുക്ക് കൃപ ചെയ്തിരുന്ന കർത്താവാണ്. തൻ്റെ സന്നിധിയിൽ എന്നും പ്രമോദമുണ്ട്. നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിനു സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഏകമായി വണങ്ങി പാടിടാമല്ലോ. ദൈവത്തിനു സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഏകമായി വണങ്ങി പാടിടാമെന്നും. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ. ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടു വാനത്തിൽ തൂക്കിയവനാ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ. ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടു വാനത്തിൽ തൂക്കിയവനാ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി. ചെങ്കടൽ പിളർന്നു തൻ ജനങ്ങളെ തങ്കനീലത്തോടെ താൻ നടത്തിയേ. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി. ചെങ്കടൽ പിളർന്നു തൻ ജനങ്ങളെ തങ്കനീലത്തോടെ താൻ നടത്തിയേ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ. വീഴ്ചയെ കാത്തോമലിച്ചല്ലോ. വൈരിൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നമുക്കും പാടിടാമല്ലോ. താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ. വീഴ്ചയെ കാത്തോമലിച്ചല്ലോ.
വൈരിൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നമുക്കും പാടിടാമല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. നീണ്ട മരുഭൂവിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെല്ലാം നൽകി ആദരിച്ചു താൻ. ഇമ്പദേശമെന്നേക്കും അവർക്കാർ അൻപോടവകാശം താനരുളിയേ. നീണ്ട മരുവിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെല്ലാം നൽകി ആദരിച്ചു താൻ. ഇമ്പദേശമെന്നേക്കും അവർക്കാർ അൻപോടവകാശം താനരുളിയേ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. ആമേൻ. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയെന്നിയെ കാത്തവനെ. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയെന്നിയെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വചയേകി നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വചയേകി നിത്യം ചേർത്തവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കും നിത്യനാമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും നിത്യനാമേശുവേ സ്തുതി മനമേ. കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവും ഇത്. കഷ്ടവും മഹാശാസനയും നിന്നയും ഉള്ള ദിനവും ഇത്. ഉള്ളം കലക്കും കള്ള സഹോദരൻ കള്ളുര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരൻ കള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനിൽ നിന്നു നീ കുടിക്കും. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനിൽ നിന്നു നീ കുടിക്കും. മരുപ്രയാണം
സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമായി. ആശിച്ച ദേശം കാണുകയായി, ദേശമഖിലവും നീങ്ങുകയായി. അവൻ ആശിച്ച ദേശം കാണുകയായി, ദേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. 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 ആശിച്ച ദേശം കാണുകയായി, ദേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി, ദേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. 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 യേശു മണാളൻ ചേർത്തിടും സന്തോഷത്തോടെ ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ ദേശം കാണുകയായി, ദേശമഖിലവും നീങ്ങുകയായി. ദേശം കാണുകയായി, ദേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. ഒന്നിനും പതറിയിടരുതേ, വഴി പോയിടിലും ഒന്നിനും പതറിയിടരുതേ. വഴി പോയിടിലും മന്നരിൽ മന്നവൻ നമ്മോടുകൂടെ, അവൻ നമ്മെ വഴി നടത്തും. 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 മന്നരിൽ മന്നവൻ നമ്മോടുകൂടെ, അവൻ ഹല്ലേലൂയ അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മെ നമ്മെ ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah. Glory to God. Praise the Lord, hallelujah. ഈ മരുഭൂയാത്രയ്ക്കകത്ത് സർവശക്തനായ ദൈവം നമുക്ക് തന്ന വലിയ വാഗ്ദത്തമാണ്. ഞാനും നിങ്ങളും പലപ്പോഴും തളർന്നു പോയിടത്ത്, തകർന്നു പോയിടത്ത്
ദൈവം നമ്മോട് നൽകിത്തരുന്ന ഉത്തരം ഇതാണ്: ഈ മരുഭൂയാത്ര കഴിയുന്നത് വരെയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. 2025 അവസാന മണിക്കൂറുകളെയും ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കൊരു ഉറപ്പുണ്ട്, പുതിയ വർഷം ദൈവം ദാനമായി തരുന്നുവെങ്കിൽ അതിനകത്തും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അവിടെയും ദൈവം നമ്മെ വഴി നടത്തും. എത്ര കണ്ണുനീരിൻ്റെ താഴ്വരകളിലൂടെ നമ്മൾ പോയി, ഏതെല്ലാം പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചു. അവിടെയൊക്കെ ചിറകറ്റ പക്ഷിയെ പോലെ പലപ്പോഴും നമ്മൾ കരഞ്ഞില്ലേ? പലപ്പോഴും എന്ത് ചെയ്യുമെന്ന് ഒരു നിവൃത്തിയുമില്ലാത്തതുപോലെ നമ്മൾ കരഞ്ഞില്ലേ? സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ പോലും നിങ്ങളിതിൽ പങ്കാളികളാകുമ്പോൾ ഒരു വർഷത്തെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ആരുടെയും മുമ്പിൽ നിങ്ങൾ കണ്ണുനീരൊഴുക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ കണ്ണുനീരുകൾ നിങ്ങൾ ഒഴുക്കി, നിങ്ങൾ കരഞ്ഞ് കർത്താവിനോട് നന്ദി പറയണം. കർത്താവ് നമ്മുടെ ദുഃഖം കാണാനല്ല, സന്തോഷം കാണാൻ, നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ദൈവമാകയാൽ ഇത്ര വലിയ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്കായിരിക്കാം. സ്തോത്രം. മറ്റൊരു സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്യുന്നതിൽ പോലും, ഭവനത്തിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോലും കർത്താവിൻ്റെ ദാസൻ ലിജു പാസ്റ്റർ നമ്മളോട് ചേർന്നപ്പോൾ സങ്കീർത്തന ഭാഗം വായിക്കുകയും അതിൽ നിന്ന് അല്പമായി പ്രബോധന വാക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലിജു 136 സങ്കീർത്തനം വായിക്കുന്നതായിരിക്കും. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ളതായ ഭാഗം നമുക്ക് ചേർന്ന് മറ്റുള്ളവർക്ക് പറയുകയും അപ്പോൾ തന്നെ താൻ ആദ്യ ഭാഗങ്ങൾ വായിച്ചു തരികയും ചെയ്യും. കർത്താവിൻ്റെ ദാസനെ അതിനായി സ്വാഗതം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ട അനുഗ്രഹീതമായ പ്രബോധനങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തുടർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനുശേഷമായി സാക്ഷ്യവാചകങ്ങൾ പറയുവാനുള്ളവർക്ക് വേണ്ടി നമ്മൾ അവസരങ്ങൾ വേർതിരിക്കുന്നു. ഓരോ ഭവനത്തിലെ ഒരാളെന്നല്ല, ആർക്കൊക്കെ വേണമെങ്കിലും സാക്ഷ്യവാചകങ്ങൾ പറയുന്നതിനുള്ളതായ സാവകാശമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. അപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയ ഗിഫ്റ്റിന് ഇപ്പോൾ ഇവർ പാട്ട് ലീഡ് ചെയ്യുന്നതായിരിക്കും. ആ പാട്ട് ഇതുവരെ എത്തുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറയുന്ന കർത്താവെ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം, എൻ്റെ ദൈവമേ, നീ അല്ലാതെ മറ്റാരുമില്ല, ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് പാടി കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി, രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി,
തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. ഓ തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. ഓ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. എൽ ശദ്ദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എൽ ശദ്ദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എബനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. ഓ എബനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ഹൃദയത്തിൽ നിന്ന് ബലമല്ല പറഞ്ഞ സഹോദരങ്ങളെ, നിൻ ദയയാണേ. ഓ കഴിവല്ല നിൻ കൃപയാണേ, കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞു ദൈവമേ, ബലമല്ല ഞാൻ നിന്നത് ദൈവത്തിന്റെ ദയെന്ന് പറയാൻ എത്ര പേർക്കാ? ദയയാണേ. ഓ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ പാട്ടുകളൊക്കെയും നമ്മുടെ ഹൃദയത്തെ ഒത്തിരി സ്പർശിക്കുന്നതാണ്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തെ ഉണർത്തുന്നതാണ്. കഴിവല്ല, ദൈവത്തിൻ്റെ ദയയാണ് നമ്മളെ നിർത്തിയത്. അത് ഓർത്ത് കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കാം. തുടർന്ന് സ്തോത്രം, എനിക്ക് നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് ഈ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് ഓരോരുത്തരുടെയും പേരുകൾ പറയുവാൻ പറ്റുകയില്ല. എന്നാൽ സ്തോത്രം, യഹോവ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഒരു വാക്കിലെങ്കിലും ഈ 2025 നമ്മൾ വിട പറയുമ്പോൾ ഒരു വാക്കിലെങ്കിലും ദൈവത്തോടൊരു നന്ദി പറയാൻ കഴിഞ്ഞാൽ, കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മളെ ജീവനോടെ കരുതിയ ദൈവം, കഴിഞ്ഞ 364 ദിവസങ്ങൾ യഹോവയുടെ പരിപാലനത്തിൽ നമ്മളായിരിക്കാൻ ദൈവം കൃപ തന്നെങ്കിൽ, ഇന്ന് നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടും നിങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒരു വാക്കിലെങ്കിലും ഇതുവരെ എന്നെ കരുതിയ, ഇതുവരെ എന്നെ നിർത്തിയ, എബനേസറായി കൂടെ ഇരുന്ന എൻ്റെ ദൈവത്തിന് നന്ദി എന്ന് പറയാൻ ഒരു നിമിഷം നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിനുവേണ്ടി സമയം വേർതിരിക്കുകയാണ്.
സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിലാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ നിനക്കെതിരായി വരും ആയുധം ഭരിക്കയില്ല നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ നീതിയവൻ നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ നീതിയവൻ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിലാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. മാത്രം നമ്മുടെ മുമ്പിൽ 2025 ഇനിയും നമ്മുടെ മുമ്പിൽ കേവലം 6 മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോകുകയാണ്. ഞാൻ കരുതുന്നു നിങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ 2026 എതിരേൽക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ആയിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ കൊയറെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു 1 മിനിറ്റ് മുമ്പ്, അതായത് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് 1 മിനിറ്റോ 2 മിനിറ്റോ മുമ്പ് ആ പാട്ടുകൾ നിർത്തിക്കൊണ്ട് നമ്മൾ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് ആ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് നന്ദി പറഞ്ഞ്, എനിക്ക് നിങ്ങളെ കാണത്തില്ലെങ്കിലും നിങ്ങൾ എവിടെ ഇരുന്നാലും വളരെ സന്തോഷത്തോടെ ആമേൻ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങളെല്ലാം പുതിയ വർഷത്തെ സ്വീകരിക്കണം. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കാം. ഇപ്പോൾ കൊയറെ പാട്ടുകൾ പാടും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ദാനങ്ങളെ ഓർത്ത്, കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ നമുക്ക് ഇടയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എന്നും മതിയായവനായ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ ലൈഫിൽ ചെയ്ത എല്ലാ നന്മകളെ നമുക്ക് ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, പാട്ടുകാരൻ പറഞ്ഞു, യേശു എനിക്ക് ചെയ്ത നന്മകളെ ഓർത്തിടുമ്പോൾ നന്ദി കൊണ്ട് എൻ്റെ മനം പാടിയിടുമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രഗാനത്തിൽ പല്ലകളെ ചേർത്ത് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീയെന്നും
എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, എല്ലാ കരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തി, സ്നേഹം ഞാൻ എല്ലാ നാവുകളും സന്തോഷത്തോടെ ദൈവത്തോട് ഇങ്ങനെ പറയാ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും നിങ്ങളുടെ നാവുകളെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് തുറന്നാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സംഭവബഹുലമായിരുന്ന പ്രതിസന്ധികൾ നിറഞ്ഞ, ഹല്ലേലൂയ, ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർന്ന ഒരു 2025 നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിട്ടു മാറുമ്പോൾ, കേവലം 1 മിനിറ്റ് മാത്രം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുമ്പോൾ, ഇന്ന് രാത്രി സന്തോഷമുള്ള ദൈവമക്കൾ ചേർന്ന് 2026 നിങ്ങളുടെ നാവുകൾ തുറന്ന് സന്തോഷത്തോടെ സ്തോത്രത്തോടെ എല്ലാവരുടെയും നാവുകൾ തുറന്നാട്ട്, എല്ലാ നാവുകളും തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. സർവശക്തനായ ദൈവമേ, ഒരു പുതിയ വർഷത്തെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ 2026 ഞങ്ങൾ കാലുകൾ ചവിട്ടുകയാണ്. ഈ പുതിയ വർഷത്തെ ഞങ്ങൾക്ക് അനുഗ്രഹമായി തന്ന, ഞങ്ങൾക്ക് നന്മയായി തന്ന, ഈ വർഷത്തെ കാണിച്ച ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നന്മയുടെ വർഷം, അനുഗ്രഹത്തിന്റെ വർഷം, ദൈവപ്രവർത്തികളുടെ വർഷം കർത്താവേ. ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കരമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം ചെയ്യുന്ന ഒരു വർഷമായി 2026 ദൈവം മാറ്റാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തലമുറകളില്ലാത്തവർക്ക് ദൈവം തലമുറകളെ നൽകുന്നതിനായി, ജോലിയില്ലാത്തവർക്ക് ദൈവം ജോലികളെ നൽകുന്നതിനായി, ഭവനങ്ങളില്ലാത്തവർക്ക് ദൈവം ഭവനം നൽകുന്നതിനാൽ, തക്ക തുണകളെ വേണ്ടവർക്ക് അത് നൽകുന്നതിനാൽ, രോഗസൗഖ്യം ആവശ്യമുള്ളവർക്ക് അത് നൽകുന്നതിനാൽ, 2025 ദുഃഖങ്ങൾ അനുഭവിച്ചവർ 2026 സന്തോഷങ്ങൾ അനുഭവിക്കുന്ന വർഷമായി, ദൈവം തുറക്കുന്ന പുതിയ വാതിലുകൾ കാണുന്ന വർഷമായി, ദൈവം തുറക്കുന്ന പുതിയ നന്മകൾ കാണുന്ന വർഷമായി ദൈവം മാറ്റുന്നതിനായി നന്ദി. ഇന്ന് രാത്രി ദൈവം ആദ്യമേ പറഞ്ഞ, ഈ പ്രഭാതത്തിൽ പറഞ്ഞ അതേ വാഗ്ദത്തം ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ കരങ്ങളിൽ, തലമുറകളില്ലാത്ത ചില കുടുംബങ്ങളിൽ തലമുറകളെ നൽകുന്നത്, അവരെ എൻ്റെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇന്ന് രാത്രി ആത്മനിറവിൽ കണ്ട് അത് ഡിക്ലെയർ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതൊക്കെ ഭവനങ്ങളിലാണ് അത് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിലും ദൈവം അത് ചെയ്യുന്നതിനായി നന്ദി. അത്ഭുതങ്ങളുടെ വർഷമായി ഞങ്ങൾ ഇത്
ഇതുവരെ കാണാത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു വർഷമായി ദൈവം മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയോടെ, സന്തോഷത്തോടെ, ആരാധനയോടെ ഞങ്ങൾ ഒരുമിച്ച് 2026 അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കുന്നു. എല്ലാ നാവുകളും നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാണ്. ഞാനൊരു സങ്കീർത്തനം പാടുകയാണ്. 91-ാം സങ്കീർത്തനം ഞാൻ പാടുകയാണ്. നിങ്ങൾക്കറിയാവുന്നവർക്ക് അതിനോട് ചേർന്ന് എന്നോട് ചേർന്ന് പാടാം. സ്തോത്രം. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയവും പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. എല്ലാവരും ചേർന്നത് പറ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വിശ്വാസത്തോടെ പറ, ഈ വർഷം എന്റെ വഴികളിൽ തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കുന്ന ദൈവത്തിന് നന്ദി എന്ന് ഇന്ന് രാത്രി പറയുക. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും ആണലിന്മേലും നീ ചവിട്ടും. വിശ്വാസത്തോടെ പറ, ഈ വർഷം ഹല്ലേലൂയ കടിച്ചു കീറുന്ന സിംഹത്തിന്റെ തലമേൽ ഞാൻ ചവിട്ടുന്ന വർഷം. ചില വിഷമുള്ള അണലികളെ ചവിട്ടി മെതിക്കുന്ന വർഷം. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ഞാൻ മെതിച്ചു കളയുന്ന വർഷമായി ദൈവം മാറ്റിയിരിക്കുകയാണ്. സ്തോത്രം. എന്തുകൊണ്ട്? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ദൈവമേ, ഇന്ന് നമുക്ക് സന്തോഷത്തോടെ പറയാം, ദൈവത്തോടെ പറ്റിയിരിക്കുന്ന എന്നെ ദൈവം വിടുവിക്കും. അത് മാത്രമല്ല, അവന്റെ നാമത്തെ അറിയുന്ന എന്നെ എൻ്റെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. 2026 താഴ്ചയല്ല, നിന്റെ ജീവിതത്തിൽ നീ ഉയർച്ച തന്നെ പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ ഇടയാക്കുകയാ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്നെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. 2026 ദൈവജനം ദൈവത്തിന്റെ രക്ഷ കാണുന്ന വർഷമാകയാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമുക്ക് കരങ്ങളടിച്ച് ഒരു പാട്ടിന്റെ ചില അടികൾ ചേർന്നൊന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. മന്ത്രിയാം ദൈവം, നിത്യതാതനം വീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനം വീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹാ. ആഹാ ലേലുയാ.
കോടാകോടിതൻ ഭൂതസൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. ഹല്ലേലൂയാ, 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 ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹാ. ഹല്ലേലൂയാ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ആ കരങ്ങൾ ഉയർത്തി ഈ പുതിയ പ്രഭാതത്തിൽ, പുതിയ പ്രഭാത സമയത്ത് എല്ലാവരും ചേർന്ന് ആ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആവോളം ദൈവിക സന്നിധിയിൽ അല്പനിമിഷങ്ങൾ നമുക്കൊരു ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു പുതിയ വർഷത്തിൻ്റെ ഒരു സന്ദേശം ദൈവം നൽകി തന്നിട്ടുള്ളത് നിങ്ങളുമായി അല്പനിമിഷങ്ങൾ പങ്കിടുവാൻ താല്പര്യപ്പെടുകയാണ്. വേദപുസ്തകങ്ങളൊക്കെ ഉള്ളവർക്ക് നമ്മുടെ വേദപുസ്തകങ്ങളെ എടുത്ത് ആ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവിക സന്നിധിയിൽ കർത്താവ് എനിക്ക് നിങ്ങളുമായി പങ്കിടുവാൻ തന്നിരിക്കുന്ന, നമുക്ക് ഒരുമിച്ച് പങ്കിടുവാൻ തന്നിരിക്കുന്ന ഒരു സ്തോത്ര വാക്യമെന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. ഐസിയ ചാപ്റ്റർ 64 വേഴ്സ് 4. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 4-ാം വാക്യമാണ് എന്ന് നിങ്ങളുമായി ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് എടുത്തെങ്കിൽ വായിക്കാം. സ്തോത്രം, കുഴപ്പമില്ല, ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കാം. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നതൊന്ന് വായിക്കാമോ? നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടും ഇല്ല. സ്തോത്രം.
കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ 2026 നമ്മൾ കാണുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ 2026 കാണുവാൻ പോകുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ ഈ വചനം കർത്താവ് നമുക്ക് തരുമ്പോൾ ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, 2025 നീ കാത്തിരുന്ന ചിലത് അതിൻ്റെ പ്രവർത്തികൾ നീ കണ്ടില്ലെങ്കിലും ദൈവവചനം വ്യക്തമായി പറയുന്നു, കാത്തിരിക്കുന്നവന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ 2026 എൻ്റെ പ്രവൃത്തിയുടെ വർഷമായിരിക്കും. ചില കുടുംബങ്ങളിൽ പ്രവൃത്തിയുടെ വർഷം, ചില വ്യക്തികളിൽ പ്രവൃത്തിയുടെ വർഷം, ചില വിടുതലുകളിൽ പ്രവൃത്തിയുടെ വർഷം. സ്വർഗത്തിലെ ദൈവം പറയുന്നു 2026 കാത്തിരിക്കുന്ന ചിലർ ഇതുവരെ കാണാത്ത അതിശയകരമായ ചില പ്രവൃത്തികൾ നടക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഈ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല. സ്തോത്രം. ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അതിൻ്റെ അർത്ഥമെന്ത് എന്ന് ചോദിച്ചാൽ, കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെയും അവൻ്റെ പ്രവൃത്തിയെയും ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെ ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രാപിക്കുന്ന ദൈവപൈതലിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയും ഇരിക്കുമ്പോൾ, അല്ലെ ഈ പ്രഭാതത്തിലും ഇരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിചാരങ്ങൾ നമ്മെക്കുറിച്ചുണ്ട്. കർത്താവിൻ്റെ വചനം 64 സ്തോത്രം 3 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞ്, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ, സ്തോത്രം, ഇതുവരെ വിചാരിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം ചെയ്യാൻ പോകുന്നതെന്ന് ഇന്ന് രാത്രി പ്രിയ ദൈവമക്കൾ ആരും മറക്കരുത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ പ്രിയ ദൈവമക്കളെ നമുക്ക് വേണ്ടത്? 2026 ദൈവം നമ്മോട് പറയുന്ന വാഗ്ദത്തം ഇതല്ലേ, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും വലുതായി ഉയർന്നിരിക്കുന്നെന്ന് ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? നീ ഉയരത്തിലേക്ക് നോക്കിയാൽ ആകാശത്തെ നിനക്ക് അളക്കാൻ കഴിയത്തില്ല, നിനക്കതിൻ്റെ വഴി അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഒന്ന് കർത്താവ് നിന്നോട് പറയുന്നത്, ഈ 2026 പുത്തൻ പ്രഭാതത്തിൽ ദൈവം പറയുന്നത്, നിനക്കറിയാത്തതൊന്ന് നിന്നോട് പറയാനുണ്ട്. എൻ്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളെക്കാൾ വലുതാ. ഇതുവരെ ഞാൻ വിചാരിച്ചിട്ട് തീരാത്തത്, ഇതുവരെ ഞാൻ വിചാരിച്ചിട്ട് സംഭവിക്കാത്തത് ചിലത് 2026 സംഭവിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്. സ്തോത്രം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം 1-2 വാക്കുകൾ ഞാൻ ഓർപ്പിക്കാം ദൈവമക്കളെ. സ്തോത്രം. 64-ാം അധ്യായത്തിൻ്റെ സ്തോത്രം നമ്മൾ 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം 5-ാം വാക്യം വായിച്ചാൽ നമുക്കൊരു കാര്യം കാണാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ന്റെ 5 ഒന്ന് വായിക്കാമോ? സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു, അവർ നിന്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു. നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു, ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ച് ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? സ്തോത്രം. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തപ്പോൾ നീ കോപിച്ചു. നീ കോപിക്കുക മാത്രമല്ല, ബഹുകാലം ഞങ്ങൾക്ക് രക്ഷയില്ലാത്ത ശിക്ഷ അനുഭവിച്ച ഒരു കാലഘട്ടമുണ്ടായി. ഇസ്രായേലിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്ന അവർ പറയുകയാണ്, നിനക്ക് ഇഷ്ടമില്ലാത്തത് ചിലത് ഞങ്ങൾ ചെയ്തപ്പോൾ, എന്ന് പറഞ്ഞാൽ പാപം ചെയ്തപ്പോൾ നിൻ്റെ കോപത്തിന് ഞങ്ങൾ അടിമകളായി. അവർ ചില വർഷങ്ങളായി ആ പാപത്തിൻ്റെ അനന്തരഫലമായ ശിക്ഷ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കണ്ടത്. കർത്താവേ, ബഹുകാലം ഞങ്ങൾ കഷ്ടത അനുഭവിച്ചു, എന്നാൽ ഒരു രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ?
ഈ പ്രഭാതത്തിൽ ഇതേ വാക്ക് ചോദിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് ദൈവത്തിനൊരു മറുപടിയുണ്ട്. ഈ പ്രഭാതത്തിൽ നിന്നോടൊരു മറുപടിയുണ്ട്. കർത്താവേ, എൻ്റെ പാപം നിമിത്തമായി, എൻ്റെ ജീവിതത്തിലെ കുറവ് നിമിത്തമായി ചില നാളുകളായി, അല്ല ബഹുകാലമായി, ചില നാളുകളായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശിക്ഷയിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ദൈവം പറയുന്നു, 2026 എന്തെന്ന് മകനെ നിനക്കറിയാമോ? നീ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന വർഷമാണ്. പ്രൈസ് ദ ലോർഡ്. അവരുടെ പ്രാർത്ഥന, ഇസ്രായേൽ ജനം ഇതൊരു രക്ഷയുണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട് അവരുടെ ചില ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയുന്നുണ്ട്. അതായി അധ്യായത്തിൻ്റെ ആരംഭം മുതൽ കാണുന്നത്. അവർ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഞങ്ങൾ ബഹുകാലമായി ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, എങ്കിലും അങ്ങേ കാത്തിരിക്കുന്നവന് ഞങ്ങൾക്ക് വേണ്ടി നീ ആകാശം ചായ്ച്ചൊന്ന് ഇറങ്ങി വരുമോ? ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, നീ സ്വർഗം കീറി ഒന്ന് ഇറങ്ങി വരുമോ? ആകാശം കീറി ഒന്ന് ഇറങ്ങി വരുമോ എന്നാണ് 64-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവർ നിലവിളിക്കുന്നതെന്ന് മനസ്സിലായോ? ബഹുകാലമായി അവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കാൻ കഴിയാതെ ശിക്ഷ അടിമപ്പെട്ട് കിടക്കുമ്പോൾ അവർ പറയുക, എന്നെങ്കിലും ഒരു രക്ഷയുണ്ടാകുമോ? അവർ പിന്നീട് ആ പ്രാർത്ഥന തുടരുകയാണ്. 64-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാം? 64-ന്റെ 1 വായിച്ചു തരുമോനെ. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും. 1-ാം വാക്യത്തിൽ കാണുന്നത് എന്താണെന്നറിയാമോ? ഇന്നലെ വരെ നീണ്ട ചില നാളുകളായി അവരുടെ ജീവിതത്തിന് അവരെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന ചില ജാതികളുണ്ട്. അതുമാത്രമല്ല, അവരെ തകർത്തുകൊണ്ടിരുന്ന ചില വൈരികളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും തല ഉയർത്താൻ അനുവദിക്കാതിരുന്ന ചില അന്ധകാരത്തിൻ്റെ ശക്തികൾ അവർക്ക് നേരെ കഴിഞ്ഞ നാളുകളിൽ അടിമപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഞങ്ങൾ ബഹുകാലം ശിക്ഷ അനുഭവിച്ചവരാണ്. കർത്താവേ, ഞങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ, ഞങ്ങളെ അപമാനിച്ചവരുടെ മുമ്പിൽ, ഞങ്ങളെ ഒതുക്കിയവരുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം ചെയ്യണമേ എന്നാണ് ഇന്ന് അവർ പ്രാർത്ഥിക്കുന്നത്. എന്താണെന്നറിയാമോ? നിൻ്റെ നാമത്തെ ജാതികളുടെ മധ്യത്തിൽ നീ വെളിപ്പെടുത്തണം. നിൻ്റെ നാമത്തെ വൈരികളുടെ മധ്യത്തിൽ നീ ഒന്ന് വെളിപ്പെടുത്തണം. അതൊന്ന് അനുഭവിച്ചറിയാനിടയാകണം. ഇന്ന് ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് ആഗ്രഹത്തോടെ പറയാം, ബഹുകാലമായി ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളുടെ നടുവിൽ ഈ പ്രഭാതത്തിൽ 2026 ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിന്ദിച്ച ജാതികളുടെ നടുവിൽ, ഞങ്ങളെ അപമാനിച്ച വൈരികളുടെ നടുവിൽ നിൻ്റെ നാമത്തെ നീ വെളിപ്പെടുത്തിയേ മതിയാവൂ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ദൈവം പറയുക, ഹല്ലേലൂയ, ഞാൻ ആകാശം കീറി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചു കൊള്ളുക, സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. 2026 സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. വെറുതെ തുറന്നു വെക്കാനല്ല, നീ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്തോടെ മുറുകെ ആ ദൂതനെ പിടിച്ചിട്ട് പറ, ഓ എൻ്റെ ദൈവം ആകാശം കീറി ഇറങ്ങി വരുന്നത് ഇന്ന് ഞാൻ കാണുകയാണ്. അവൻ വരുന്നത് വെറുതെ അല്ല. ഇന്നലെ വരെ കാത്തിരുന്ന എന്നെ ചില അടിമത്തത്തിൻ്റെ നടുവിൽ, ചില പ്രതികൂലത്തിൻ്റെ നടുവിൽ, ചില അന്ധകാര ശക്തികൾ പിടിച്ചു വച്ച ഇടത്ത്, ഹല്ലേലൂയ, എൻ്റെ സമൂഹത്തിൻ്റെ അകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് എന്നെ തകർക്കാൻ പിടിച്ചു വച്ച ഇടത്ത് 2026 ഞാൻ കാണാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, വൈരികളുടെ നടുവിൽ വെച്ച്, ജാതികളുടെ നടുവിൽ വെച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ ഉയർത്തത്തക്കവണ്ണം അവൻ എനിക്കൊരു രക്ഷ തരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ പറഞ്ഞു, നിന്നെ നിന്ദിക്കുന്ന വൈരികളുടെ നടുവിൽ, നിന്നെ അപമാനിക്കുന്നവരുടെ നടുവിൽ ഈ പ്രഭാതത്തിൽ ദൈവം പറയുന്നു, എൻ്റെ രക്ഷ ഞാൻ നിനക്ക് വേണ്ടി കാണിക്കാൻ ഇതുവരെ കാണാത്തതുപോലെ ആകാശം കീറി ഞാൻ ഇറങ്ങി വരാൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ആകാശം കീറുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങാൻ പോകുകയാ. അതാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ പറയാനുള്ളത്. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഭയങ്കര കാര്യം കാണാൻ പോവാ. വളരെ
ആത്മാർത്ഥതയോടെ, സന്തോഷത്തോടെ, ആത്മനിറവോടെ ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യട്ടെ. പ്രൊഫസിയായി ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ലോകത്തിൽ പല വഴികൾ തുറന്നെങ്കിലും അതൊക്കെ അടഞ്ഞിരുന്ന ഇടത്ത് ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി മറ്റു വഴി തുറന്നാൽ അത് അടയും, എന്നാൽ സ്വർഗം തുറന്നാൽ ഒരിക്കലും അത് അടയത്തില്ല. വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ അത് ഏറ്റെടുത്തുകൊള്ളുക. സ്വർഗം ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാനൊക്കത്തില്ല. സ്വർഗം ഒരു വഴി തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും ഒക്കത്തില്ല. ഉറപ്പോടെ പറ, ഓ ഷാറബാന, ആകാശം കീറി ഇറങ്ങി വരുന്ന ദൈവം പറയുന്നു, ജാതികളുടെ മധ്യത്തിൽ എൻ്റെ നാമം ഉയർത്താൻ നിന്റെ നാവേൽ ഞാൻ ചിലത് തരും. നിന്റെ വൈരികളുടെ നടുവിൽ എൻ്റെ നാമം ഉയർത്താൻ ഞാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരും. രണ്ടാം വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? വലിയ തീയുടെ അകത്ത് ചുള്ളി കത്തി ചാമ്പലാകുന്നത് പോലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ മറുപടിയാ. ഒന്നാമത് ദൈവം പറയുക, നിന്നെ നിന്ദിച്ച വൈരികളുടെയും ജാതികളുടെയും മധ്യത്തിൽ എൻ്റെ നാമം ഉയർത്താൻ നിനക്ക് വേണ്ടി ഞാൻ ആകാശം ചായ്ച്ച് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനോട് ദൈവം പറയുക, വലിയ തീയുടെ നടുവിൽ ഒരു ചുള്ളിക്കമ്പ് കത്തുന്നത് പോലെ സ്വർഗത്തിൽ നിന്നും ഞാൻ ഇറങ്ങി വരാൻ ശക്തനാ. ഓ, ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയാം, ഇത് പ്രാർത്ഥിക്കേണ്ടത് ആരാന്നറിയാമോ? ബഹുകാലമായി കഷ്ടമനുഭവിച്ചവൻ പറയേണ്ടത്, എനിക്കൊരു കാര്യം അറിയാം, ചില ചുള്ളിക്കമ്പുകൾ എനിക്കെതിരെ ഉണ്ടെങ്കിലും എൻ്റെ ദൈവം അതിനേക്കാൾ വലിയ അഗ്നിയാകയാൽ അവൻ ഇറങ്ങി വരുമ്പോൾ ചിലതിനെ കത്തിച്ച് ചാരമാക്കും. ഇന്ന് നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ചില ചുള്ളിക്കമ്പുകളെ കത്തിക്കുന്ന അഗ്നിയാണ്. ഗ്ലോറി ടു ദ ലോർഡ്. നിന്റെ വഴിയാത്രയിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ, നീ നന്മ പ്രാപിക്കാൻ കഴിയാതെ, നിനക്കെതിരെ നിൽക്കുന്ന ചില ചുള്ളിക്കമ്പുകൾ ഈ ആത്മനിറവിൽ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഓ, നിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ നാവിൽ നിന്ന് അഭിഷേകത്തിൻ്റെ ശക്തി പുറത്തു വരുമ്പോൾ, ആരാധനയുടെ ശബ്ദം പുറത്തു വരുമ്പോൾ, ഇന്ന് രാത്രി ചില ഭവനങ്ങളുടെ അകത്ത് ചില ചുള്ളികൾ കത്തുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ഭവനങ്ങളുടെ അകത്ത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടെ അകത്ത് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഓ, ചില ചുള്ളിക്കമ്പുകളെ കത്തിക്കുന്നത് പോലെ ദൈവത്തിന്റെ വലിയ തീ ഇറങ്ങട്ടെ. അടുത്തത് എങ്ങനെയാണെന്നറിയാമോ? തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ യഹോവ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓ, വളരെ തണുത്ത അനുഭവങ്ങൾ, ഒരിക്കലും ചൂടുപിടിക്കത്തില്ലെന്ന് ചിന്തിച്ച അനുഭവങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ 2026 ഞാൻ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നിറയത്തില്ലെന്ന് പറഞ്ഞ, ആത്മശക്തിയിൽ നീ ആരാധിക്കത്തില്ലെന്ന് പറഞ്ഞ, നിന്റെ ജീവിതത്തിൽ ഒരു ചൂട് പിടിക്കത്തില്ലെന്ന് പറഞ്ഞ, നീ തണുത്തുപോയെന്ന് പറഞ്ഞ് കിടത്ത് ആത്മചൈതന്യത്തിന്റെ തീ സ്വർഗം നിനക്ക് വേണ്ടി ഇറക്കാൻ പോകുകയാ. ഈ രാത്രി, ഈ പ്രഭാതത്തിൽ അത് വേണ്ടവർ എത്ര പേരുണ്ട്? അത് വേണ്ടവർ എത്ര പേരുണ്ട്? എനിക്ക് തീ ഒന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത് കത്തിച്ചു കഴിയുമ്പോൾ ഒരു തിളയ്ക്കുന്ന അനുഭവം പോലെ, ഓ ഷറബാന ഹതുന ജാന, ഓ, നിന്റെ ജീവിതത്തിൽ അത് തിളയ്ക്കുന്നത് പോലെ, ഇന്നലകളിൽ ആരാധിച്ചു കൊണ്ടിരുന്ന നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ പിടിച്ചൊരു കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുന്നത് പോലെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയാതെ, ആത്മികമായി മുന്നേറാൻ കഴിയാതെ, നിന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഫ്രീസ് ആയിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഇടത്ത് ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഞാൻ ആകാശം ചായ്ച്ച് ഇറങ്ങി വന്നാൽ വെറുതെയല്ല, എത്ര തണുത്തതിനെ ഞാൻ ചൂടാക്കും. ഇന്ന് രാത്രി ദൈവം ചിലതിനെ ചൂടാക്കാൻ പോകുക. 2026 ആത്മാവിൽ ചൂട് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ട് കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഈ പ്രഭാതത്തിൽ തന്നെ ചിലത് കത്തിക്കട്ടെ. ഇന്ന് തന്നെ ചിലത് കത്തട്ടെ. നാളത്തേക്ക് നീ കാത്തിരിക്കേണ്ട കാര്യമില്ല. നാളത്തേക്ക് നീ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇതുവരെ നടക്കാത്ത അത്ഭുതങ്ങൾ, ഭയങ്കരങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഇതുവരെ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവജനത്തോട് തന്നെ പറയട്ടെ, നിന്നെ നിന്ദിച്ച ജാതികളുടെ മധ്യത്തിൽ, വൈരികളുടെ നടുവിൽ ദൈവത്തിൻ്റെ നാമം ഉയർത്തിക്കുന്ന ദൈവം, ഓ, തീയിങ്കൽ ചുള്ളിക്കമ്പ് ചാമ്പലാകുന്നത് പോലെ ചിലതിനെ ചാമ്പലാക്കാൻ സ്വർഗം ഇറങ്ങി വന്നാൽ, ഓ, എത്ര തണുത്തതിനെയും ചൂടാക്കുന്ന ദൈവം. അത് മാത്രമല്ല, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 4:2 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മലകൾ തിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം. ഓ, ചില മലയെ ഉരുക്കാൻ ആർക്ക് കഴിയും? യേശുവിൻ്റെ നാമത്തിൽ. എത്ര നാളായി നീ ഈ മല കണ്ടുകൊണ്ടിരിക്കുകയാ? എത്ര നാളായി നിന്നെ മുന്നോട്ട് വിടാതെ ഊടാമനാശാര നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ, ഓ, 2025 നീ ഒന്ന് മറികടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്
Glory to the Lord. നിനക്കൊരു വിടുതൽ വേണമെന്ന് നീ ആഗ്രഹിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു നന്മ വരുമ്പോഴേക്കും തൊട്ടു മുന്നിൽ ഒരു മല പോലെ വന്നു നിന്ന് അത് പറഞ്ഞു, നിന്നെ ഞാൻ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ ഇടത്ത് ഈ 2026 പ്രഭാതത്തിൽ പറ, എൻ്റെ ദൈവത്തിന് ഈ മലയെ ഉരുക്കാൻ കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞുകൊള്ളുക. തടഞ്ഞ ചില മലകൾ ഇന്ന് രാത്രി ഉരുകിപ്പോകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. തടഞ്ഞു നിൽക്കുന്ന ചില മലകൾ, ചില കുടുംബങ്ങളുടെ മലകൾ, ചില വ്യക്തികളുടെ മലകൾ, ആശാ റമന ഹത്തുന ജാന, ഇതുവരെയും നിന്നെ മുന്നോട്ട് വിടാതിരുന്നതിനോട് ഇന്ന് രാത്രി നീ പറ, ഞാൻ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നടക്കാൻ പോകുകയാ. ചില മലകൾ ഉരുകുന്നത് ഈ പ്രഭാതത്തിൽ ഞാൻ കാണുകയാ. 2026 ഈ മലകൾ ഉരുകുന്നത് കാണുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഞാൻ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ വലത് കരങ്ങൾ ഉയർത്തി പറ, എൻ്റെ മുമ്പിൽ മുന്നോട്ട് വിടാത്ത ചില വലിയ മലകളെ എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ ഉരുക്കി തരുന്നു. ഷറബ, നീ അപ്പുറം കാണ്. ദൈവമേ നീ അപ്പുറം കാണ്. കുടുംബമേ നീ അപ്പുറം കാണ്. ദൈവമേ നീ അപ്പുറം കാണ്. മാതാവേ നീ അപ്പുറം കാണ്. പുതിയ വഴികളെ നീ കാണ്. ഇന്ന് രാത്രി മലകളെ ഉരുക്കുന്നവൻ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ആകാശം ചായ്ച്ച് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഒന്ന് ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ചില കാലങ്ങളായി, ചില നാളുകളായി ശാരീരികമായി രോഗത്താൽ ഭാരപ്പെടുന്ന നിനക്ക്, നിന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അനുഭവങ്ങളുള്ള ഇടത്ത്, നിനക്കെതിരെ നിൽക്കുന്ന മലകളുള്ള ഇടത്ത്, ചില ചുള്ളിക്കമ്പുകളുള്ള ഇടത്ത് ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവത്തിൻ്റെ തീ ആകാശത്തു നിന്ന് ഇറങ്ങി വന്നാൽ ചിലതിനെ കത്തിക്കും, എന്നെ ഒന്ന് തിളപ്പിക്കും, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കും. ജ്ഞാതികളുടെ മുമ്പിൽ എൻ്റെ തല എൻ്റെ ദൈവം ഉയർത്തും. അതുമാത്രമല്ല, ദൈവം ഇറങ്ങി വരുമ്പോൾ മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകും. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഇത് കണ്ടവരാണ്. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ കഴിഞ്ഞ നാളുകളിൽ കണ്ടതാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരനോട് ചേർന്ന് പറ, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ഈ വർഷം നടക്കുമെന്ന്. നിങ്ങൾ തലമുറ ഇരുന്നാലും വേണ്ടില്ല, ഭാര്യ ഇരുന്നാലും വേണ്ടില്ല, ഭർത്താവ് ഇരുന്നാലും വേണ്ടില്ല, ഇന്ന് രാത്രി സന്തോഷത്തോടെ ഈ പുതിയ 2026 പ്രഭാതത്തിൽ ഡിക്ലെയർ ചെയ്ത് പറ, നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത, ഞാൻ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്ന വർഷമാണ് 2026. ഈ തീം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരികയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ എല്ലാ വർഷവും കിട്ടുന്ന ആപ്തവാക്യം പോലെ അല്ല, എല്ലാ വർഷവും കിട്ടുന്ന കുറുവാക്യം പോലെ അല്ല. താബോർ ഗോസ്പൽ അസംബ്ലിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇന്ന് തരുന്ന ഈ ദൂത് ഞാൻ കൈമാറ്റം ചെയ്യുക. നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുക. ഇതിലെ ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുക. നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഈ ശക്തി അനുഭവിച്ചറിയുന്നില്ലേ? ഇന്ന് ഈ ബലം അനുഭവിച്ചറിയുന്നില്ലേ? ഇതുവരെ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ ദൈവം തൊടാൻ പോകുകയാ. നിന്റെ ആത്മാവിനെ ദൈവം തൊടാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ ദൈവം തൊടാൻ പോകുകയാ. ചില ചുള്ളിക്കമ്പുകൾ ഇന്ന് രാത്രി ആത്മാവിനോട് പറയുന്നു, ചിലതിനെ ഞാൻ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ചാമ്പലാക്കേണ്ടതിനെ ചിലതിനെ ഞാൻ ചാമ്പലാക്കി കളയും. മാറ്റേണ്ട ചില മലകളെ ഞാൻ മാറ്റുന്ന ദൈവമാ. തല ഉയർത്തി ചവിട്ടി നിന്ന ചില ദുഷ്ടശക്തികളെ മാറ്റി എൻ്റെ ജനത്തിൻ്റെ തല ഞാൻ ഉയർത്തണമെന്ന് വെച്ചാൽ ഞാൻ ഉയർത്തുന്ന ദൈവമാണ്. എത്ര ശക്തമായ മലയും എൻ്റെ ദൈവം ഉരുക്കിക്കളയും. ഇന്ന് രാത്രി ശത്രു ഭയപ്പെടട്ടെ, പ്രതികൂലങ്ങൾ കത്തട്ടെ, തണുത്തത് ചൂടയാകട്ടെ. അതുമാത്രമല്ല, മലകളെ ഉരുക്കുന്ന ദൈവം ഇന്ന് രാത്രി പറയുന്നു, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഞാൻ വിടുതൽ ചെയ്യുന്നവനാണ്. 64:3 നമ്മളിങ്ങനെയാണ് വായിച്ചത്. നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകയും ചെയ്തല്ലോ. ദൈവമക്കളെ, ഇവർ ഇന്നലകളിൽ ഇത് കണ്ടവരാ. അത് കണ്ടതുകൊണ്ടാണ് അവർ പറയുന്നത്, നീ അല്ലാതെ ഒരു ദൈവം കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത്, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് കാത്തിരിക്കുന്നതിന് വേണ്ടി പണ്ട് മുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആരും കണ്ടിട്ടില്ല, ആരും ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. സ്തോത്രം. കർത്താവ് വിചാരിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ലേ? കഴിഞ്ഞ നാളുകൾ ചെയ്തിട്ടില്ലേ? അന്നല്ലേ ചില മലകളെ ദൈവം ഉരുക്കിയത് നിങ്ങൾ കണ്ടവരല്ലേ? അവൻ പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ വലിയ വിടുതലുകൾ കണ്ടവരല്ലേ? എന്നാൽ ഇന്നത്തെ കഷ്ടത്തിൻ്റെ നടുവിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ ഒന്ന് ഇറങ്ങി വരണമേ. കർത്താവ് പറയുന്നു, ആകാശം ഇറങ്ങി വരുന്ന ദൈവമാകയാൽ കാത്തിരിക്കുന്നവന് വേണ്ടി, കാത്തിരിക്കുന്നവന് വേണ്ടി ആകാശം കീറി ഇറങ്ങി വരുന്നവനാ ഞാൻ ദൈവം.
Glory to the Lord. സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്ന ദൈവമാണ്. കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്? കാത്തിരിക്കുന്നവരോട് ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ ഞാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുക. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം കാണണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? കർത്താവ് പറയുന്നു, നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നമുക്കായി കർത്താവ് ചെയ്യുന്ന വർഷമാണ് 2026. നിങ്ങളിരിക്കുന്ന ഭവനങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങളിരിക്കുന്ന അടുത്തുള്ള ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും കുഞ്ഞുങ്ങളോടാണെങ്കിലും നിങ്ങൾ കൈകൊടുത്ത് ഇന്ന് രാത്രി സന്തോഷത്തോടെ ഇങ്ങനെ പറ, നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന വർഷമാണ് 2026. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ. എല്ലാവരും കരങ്ങളെ കൊടുത്തു പറഞ്ഞു സ്തോത്രം. നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ 2026 നമുക്ക് ചെയ്യാൻ പോകുക. നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുക. മലകൾ ഉരുകും, ചുള്ളിക്കമ്പുകൾ കത്തും, തീയിൽ വെള്ളം തിളയ്ക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുവാനിടയാകും. നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത വൻകാര്യങ്ങൾ ദൈവം ചെയ്യുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഒരു പാട്ടിൻ്റെ ചുരുക്കം ചില അടികൾ പാടുകയും അതിനുശേഷമായി പ്രാർത്ഥിച്ച് ഞാൻ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പേര് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ചുരുക്കം അടികൾ പാടും. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. ഇനി തെല്ലും ഭയം എന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലൻ നിത്യവാസമന്നേശുവിൻ മുൻപിൽ മഹത്വത്തിനാ. മന്നീലല്ലൻ നിത്യവാസമന്നേശുവിൻ മുൻപിൽ മഹത്വത്തിനാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ യഹോവ നമുക്ക് വേണ്ടി 2026 ചെയ്യും. കർത്താവ് അത് ചെയ്യുമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും ആരും ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഭയങ്കര കാര്യങ്ങളെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. അതൊരു വലിയ മിറക്കിളായിരിക്കും.
ദൈവമക്കളെ, അതൊരു വലിയ മിറക്കിളായിരിക്കും. ചരിത്രത്തെ മാറ്റുന്നത് പോലെ ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ പറ, ചരിത്രത്തെ മാറ്റുന്നത് പോലെ, ശാസ്ത്രത്തെ മാറ്റുന്നത് പോലെ. അതാരാ ദൈവാത്മാവ് വീണ്ടും പറയുന്നത് കൊണ്ട് ഞാൻ എടുത്തു പറയുന്നു. ചരിത്രത്തെ മാറ്റുന്നത് പോലെ, ശാസ്ത്രത്തെ മാറ്റുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇന്നുവരെ ഒരിടത്തും സംഭവിക്കാത്തതൊന്ന് നിന്റെ ഭവനത്തിൽ ഞാൻ ചെയ്യും, നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യും, നിന്റെ കുടുംബത്തിൽ ഞാൻ ചെയ്യും. ഇതുവരെ സംഭവിക്കാത്തത് ചില അത്ഭുത പ്രവർത്തികൾ. യെസ്, അതൊരു മിറക്കിളാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ഒരു ദൂതാണ് ചില ഭവനങ്ങൾ സംഭവിക്കാൻ പോകുന്നത്, ഒരു അത്ഭുതമാണ്. പണ്ട് മുതൽ ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്തതും ആരും ഗ്രഹിച്ചിട്ടില്ലാത്തതും ആരും കണ്ടിട്ടില്ലാത്തതുമായ ചില അത്ഭുതങ്ങളാണ് ചില ഭവനങ്ങളിൽ 2026 സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി അത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നു. അത് ഏറ്റെടുക്കുന്നവർക്കായി സ്വർഗത്തിലെ ദൈവം അത് ചെയ്യുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുന്ന ദൂതിനെ മുറുകെ പിടിച്ചുകൊള്ളുക, ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇല്ല എൻ്റെ അപ്പൻ കണ്ടിട്ടില്ലാത്ത, എൻ്റെ അമ്മ കണ്ടിട്ടില്ലാത്ത, എൻ്റെ പാസ്റ്റർ കണ്ടിട്ടില്ലാത്ത, എൻ്റെ വീട്ടുകാർ കണ്ടിട്ടില്ലാത്ത, ഡോക്ടർമാർ കണ്ടിട്ടില്ലാത്ത, തലമുറകൾ കണ്ടിട്ടില്ലാത്ത, വൈദ്യശാസ്ത്രം കണ്ടിട്ടില്ലാത്ത, കമ്പനിക്കാർ കണ്ടിട്ടില്ലാത്ത, മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ചില അത്ഭുത പ്രവർത്തികൾ ഈ വർഷം ദൈവം നമുക്കായി ചെയ്യുകയാണ്. ആ വാഗ്ദത്തത്തെ ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ശരീരത്തിനകത്തുള്ള ചില രോഗങ്ങൾക്ക് ഈ 2026 അധികാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില സൗഖ്യങ്ങൾ ദൈവം തരികയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്റേണലായി സംഭവിക്കേണ്ട ചില വിടുതലുകൾ 2026 പ്രാരംഭ ദിനത്തിൽ നിന്ന് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ചില ഇന്റേണലായിട്ടുള്ള ചില വിടുതലുകൾ സംഭവിക്കട്ടെ. ആത്മാവിൽ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ഷെയർ ചെയ്യാത്ത ചില രോഗങ്ങൾ, ആരോടും പറയാൻ കഴിയാത്ത ചില അവസ്ഥകൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ഈ പുതിയ പ്രഭാതത്തിൽ മാറട്ടെ. 2026 ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒന്നിനു പിറകെ മറ്റൊന്നായി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന, വിടുതലുകൾ സംഭവിക്കുന്ന, അത്ഭുതത്തിന്റെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, ആരും ഗ്രഹിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയും 2026 നിന്റെ ജനത്തിന് അനുഗ്രഹത്തിൻ്റെ വർഷമാകുവാൻ, നന്മയുടെ വർഷമാകുവാൻ, വിടുതലിൻ്റെ വർഷമാകുവാൻ, വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര അത്ഭുത പ്രവർത്തികൾ നടക്കുന്ന വർഷമാകുവാൻ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പല സ്ഥലങ്ങളിലുള്ളവരും ഇതിനകത്ത് ജോയിൻ ചെയ്ത എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സകല ബുദ്ധിയും കവിയുന്ന ദിവ്യസമാധാനം നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. 2026 ദൈവം നമുക്ക് ദാനം ചെയ്തതോർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു 3 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.